ഇന്ത്യയുടെ 80ാമത്തെ സ്വാതന്ത്ര്യദിനമായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ അംഗനവാടിയിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പതാകയൊക്കെ ഉയർത്താനായിട്ട് രാവിലെ തന്നെ പോകുന്നു കേട്ടോ. അപ്പം നമുക്ക് 8:30ക്കാണ് പരിപാടി പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് കാലാവസ്ഥയൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് വീട്ടിൽ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം കുറച്ച് സമയം വൈകിയായിരുന്നു കേട്ടോ. ഞങ്ങൾ നടന്നു വരണമല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് പോകുന്നു കേട്ടോ. വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല, ഇനി അഥവാ താമസിച്ചാലോ എന്ന് വിചാരിച്ച്. പിന്നെ കാലാവസ്ഥ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അംഗൻവാടി വന്നു, കുറച്ച് സമയമൊക്കെ ഇരുന്നു. അന്നേരത്തേക്കും എല്ലാവരും വന്നു കേട്ടോ. നമ്മുടെ വാർഡ് മെമ്പറും പിന്നെ പഴയ നമ്മുടെ സുജാത ടീച്ചറും അതുപോലെ തന്നെ പുതിയ ടീച്ചറുണ്ട് കേട്ടോ. ഈ കൊടിയൊക്കെ കൊടുക്കുന്ന പുതിയ ടീച്ചറാണ്. പിന്നെ നമ്മുടെ ആയ ടീച്ചർ, പിന്നെ പേരൻസൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. അംഗൻവാടിയിലെ കമ്മിറ്റി അംഗങ്ങളും പിന്നെ ടീനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പിള്ളേരുണ്ടല്ലോ, അങ്ങനെയുള്ളവരും അവരുടെ പാരൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും കൂടി കൊടി ഉയർത്താനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പം അങ്ങനെ കുട്ടികളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ ടീച്ചർ എല്ലാവരെയും സ്വാഗതമൊക്കെ ചെയ്തിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാർഡ് മെമ്പറാണ്, മേഡമാണ് കേട്ടോ കൊടി ഉയർത്തുന്നത്. കൊടി ഉയർത്താനായിട്ട് എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ടൈമിൽ ഭയങ്കര മഴയും മഞ്ഞും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും മഴയൊന്നുമില്ല, ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ, മൂടലൊക്കെ ഉണ്ട്. പിന്നെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പഠിക്കുന്ന പിള്ളേരൊക്കെ. ഇപ്പം വെളുപ്പിനെയൊക്കെ ആയതുകൊണ്ട് പിള്ളേരൊക്കെ എണീക്കാൻ താമസിക്കുമല്ലോ. അപ്പോൾ സാധാരണ ഒരു 9:30, 9:45, 10 മണി ആ ഒരു ടൈമിലൊക്കെയാണ് അംഗൻവാടിയിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇച്ചിരി നേരത്തെ വരാൻ പറഞ്ഞതുകൊണ്ടേ എല്ലാവർക്കും കുട്ടികളൊക്കെ എണീക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു താമസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വാർഡ് മെമ്പർ കൊടി ഉയർത്തുവാണ് കേട്ടോ. അപ്പം മിന്നൂസ് വഴക്കായിരുന്നു, ഞാൻ പോകുമെന്ന് ഓർത്തിട്ടെ. പിന്നെ പൂവൊക്കെ കൊടുത്തപ്പോൾ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പൂവൊക്കെ പിടിച്ചോണ്ടേ. अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तब शुभ नामे जागे तब शुभ आशीष माहे गाहे तब जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे സ്വാതന്ത്ര്യത്തിന്റെ പതാക പാറട്ടെ പാറട്ടെ പാറിപ്പറക്കട്ടെ ഭാരതത്തിന്റെ പതാക പാറട്ടെ പാറട്ടെ പാറിപ്പറക്കട്ടെ മൂവർണ്ണ ചിത്ര പതാക സ്വാതന്ത്ര്യ കൊടി ഉയർത്തി കഴിഞ്ഞപ്പോഴേ നമ്മുടെ കയ്യിൽ തന്ന പൂക്കളൊക്കെ നമ്മളവിടെ കൊടിമരച്ചോട്ടിൽ അർപ്പിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആയ ടീച്ചറാണ് കേട്ടോ എല്ലാവർക്കും മധുരം കൊടുക്കുന്നത്. അപ്പം ലഡുവായിരുന്നു കേട്ടോ, പച്ച കളറിലുള്ള ലഡുവായിരുന്നു. മിന്നൂസിനൊക്കെ കിട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തു. കുറച്ചധികം സമയം ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നിന്നു കേട്ടോ. പക്ഷേ രണ്ടുപേരും അങ്ങും ഇങ്ങും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കാലാവസ്ഥയാണെങ്കിലും ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മഴ മൂടലായിരുന്നു, പക്ഷെ മഴയൊന്നും പെയ്തില്ല, ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഫോട്ടോ എടുക്കാനായിട്ട് നോക്കിയിട്ടൊന്നും കറക്റ്റായില്ല കേട്ടോ. ഒരു ഫോട്ടോയും കണ്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുള്ളൂ, അത് ഞാൻ ലാസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കൂട്ടുകാർക്കും ടീച്ചർമാർക്കൊക്കെ ടാറ്റ കൊടുത്തിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് ക്ലൈമറ്റ് മൂടി നിൽക്കുവാണ് കേട്ടോ. ഇതുവരെ മഴയൊന്നും അങ്ങനെ പെയ്തിട്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും പോയി വരാനൊക്കെ ആയിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുടയൊക്കെ ചൂടി പോകുക എന്നുള്ളത്. പിന്നെ ഞാൻ എൻ്റെ ബാഗിൽ മഴക്കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനെ. കുടയെക്കാട്ടിനും കുറച്ചും കൂടെ കൊണ്ടുപോകാനും പിന്നെ കുഞ്ഞിനാണെങ്കിൽ ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ കംഫർട്ടായിട്ടുള്ളത് കോട്ടാന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് കോട്ട് എടുത്തത്. എന്തായാലും മഴയൊന്നും പെയ്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ കയ്യിലൊക്കെ പിടിച്ച് കൊടിയൊക്കെ പറപ്പിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങ് വിട്ടേക്കും കേട്ടോ. വണ്ടിയൊക്കെ വരുമ്പോൾ നമ്മളങ്ങ് മാനേജ് ചെയ്ത് പോകുവേ. ഇനി ഈ റൂട്ട് അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ല ഇപ്പം ഇട സമയത്തൊന്നും. വൈകിട്ടൊക്കെ ആകുമ്പോൾ തിരക്കുണ്ട് കേട്ടോ. സ്കൂൾ ബസ്സും
പിന്നെ അല്ലാതെ ഓട്ടോയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ വലിയ പ്രശ്നമില്ല. റോഡിലവിടെ പിള്ളേർ ബോൾ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അവധിയുള്ള ദിവസമാണല്ലോ. അപ്പം നമ്മൾ വീഡിയോ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാൻ അവിടെ വെച്ചെടുത്ത ഫോട്ടോസ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.